ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇപ്പോൾ എൻ്റെ പേജിലും ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസും ഏർണിങ്സും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും മൊത്തത്തിൽ എക്സ്ട്രാ ആയിട്ട് അധികമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരായിട്ട് കൊലാബ് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളെക്കാൾ നല്ല രീതിയിൽ പിന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഫോളോവേഴ്സിനെ നമ്മൾ നമ്മുടെ വീഡിയോ അവർക്ക് പിന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊടുത്ത് അവരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിലും അത് നമ്മുടെ വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൽ കൂടി ലഭിക്കുന്ന വ്യൂസും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ ഏർണിങ്സ് എല്ലാം നമ്മൾക്കും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ നിലവിൽ അറിഞ്ഞിടണം, നമ്മൾക്ക് ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, ഈ ഫേസ്ബുക്കിലും പണ്ടുണ്ട്, അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ ഈ അടുത്ത് വന്നതാണ്. പക്ഷെ ഫേസ്ബുക്കിൽ അത് ആരും യൂസ് ചെയ്യുന്നില്ല, പല ആൾക്കാർക്കും അറിയില്ല അതിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് അത് കൊളാബ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട്. നമ്മൾക്ക് തന്നെ 2-3 ചാനൽ ഉണ്ടെങ്കിൽ പേജ് ഉണ്ടെങ്കിൽ ഈ പേജിലൊക്കെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ മെയിൻ പേജിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതെങ്കിലും നമ്മൾ സെക്കൻഡ് ആയിട്ടോ അല്ല തേർഡ് ആയിട്ടോ ഉപയോഗിക്കുന്ന പേജ് ഉണ്ടെങ്കിൽ ആ പേജിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ പേജിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജിൽ കൂടിയും നമ്മൾക്ക് വ്യൂസും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും അതിൻ്റെ കൂടെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർണിങ്സ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു ഇന്റർഫേസിൽ വരും. അപ്പോൾ ഇവിടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മൾ ഈ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, അപ്പോൾ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അതിൻ്റെ അടിയിൽ താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സീ മോർ സെറ്റിങ്സ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ സീ മോർ സെറ്റിങ്സിൽ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻവൈറ്റ് കൊലാബറേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻവൈറ്റ് കൊലാബറേറ്ററിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആരെയാണോ ഇൻവൈറ്റ് ചെയ്യേണ്ടത്, ഏത് പേജിലാണോ നമ്മളുടെ ഈ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്, അതായത് കൊലാബ് ചെയ്യേണ്ടത്, അവരുടെ പേജിന്റെ പേര് യൂസർ നെയിം നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഒരു പേജ് ഉണ്ട് ഫേസ്ബുക്കിന്റെ, ആ പേജ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു. ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുത്തു. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വേറെ ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്കിവിടെ വേണമെങ്കിൽ ആഡ് ടാബ് ടോപ്പിക്കിൻ്റെ അടുത്ത് ഞാൻ ഒരു കോമഡിന്ന് ഇവിടെ വെച്ച് കൊടുക്കുക. ഇത് കോമഡിയായിട്ട് ബന്ധപ്പെട്ട റീൽസ് ആണ്. ഇവിടെ കോമഡി വെച്ച് കൊടുത്തു. ഓക്കെ, കോമഡി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുക. ഇവിടെ മുകളിൽ ഭാഗത്ത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾക്കതൊന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്ലോഡായി വരുന്നുണ്ട് അത്. ഓക്കെ, നിലവിൽ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പേജിലാണോ നമ്മൾ ഇൻവൈറ്റ് കൊടുത്തത് ആ പേജ് നമുക്ക് നോക്കാം. ആ പേജ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നത്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക. അതായത് നമ്മുടെ ചാനൽ തന്നെ ഇപ്പോൾ എൻ്റെ പേജിന്റെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ചിലവർക്ക് അത് അവരോട് ചോദിക്കാതെ ആയിരിക്കും നമുക്ക് ഇൻവൈറ്റ് അയക്കുന്നത്. അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഡിക്ലൈൻ ചെയ്യണമെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക. ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിൽ നിങ്ങളുടെ വീഡിയോ കാണുന്നതായിരിക്കില്ല. അവരെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ വീഡിയോ അവരുടെ പേജിലും അല്ലെങ്കിൽ പ്രൊഫൈലിലും കാണുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് കൊടുത്തു. ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഉള്ള ആ വീഡിയോ അവരുടെ പേജിലും, അതായത് എൻ്റെ സെക്കൻഡ് പേജിലും കാണുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇപ്പോൾ എൻ്റെ പേജിലും ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അണ്ടറിൽ വരുന്ന വ്യൂസിന്റെ ഏർണിങ്സ് മൊത്തത്തിൽ നമ്മുടെ ഈ മെയിൻ പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസും ഏർണിങ്സും അതുപോലെ തന്നെ ലൈക്കും കമന്റും മൊത്തത്തിൽ എക്സ്ട്രാ ആയിട്ട് അധികമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.